പല വിദ്യാർത്ഥികൾക്കുള്ള സംശയമാണ് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ വേണ്ട എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷനുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്കിപ്പോൾ ഒരു ബ്രാഞ്ച് കിട്ടിയിട്ടുണ്ട്, അതായത് ഒരു ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് XYZ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പക്ഷേ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കണമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് CSE ആണ് താല്പര്യമുള്ള ബ്രാഞ്ച്. പക്ഷേ എന്തോ നിങ്ങളുടെ റാങ്ക് കുറവായതുകൊണ്ടോ പല സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇതാ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ചിലപ്പോൾ ഈ കോളേജിൽ തന്നെ ആ ഒരു CSEയിൽ വേക്കൻസി വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റുമോ കോളേജിൻ്റെ വെബ്സൈറ്റിൽ ഒരു സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ വേക്കൻസിയൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് പഠിക്കാം. ഓക്കെ, ഇനി അതല്ല, നിങ്ങൾക്കിപ്പം ഒരു കോളേജിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കിട്ടി, അല്ലെങ്കിൽ ട്രിപ്പിൾ കിട്ടി, പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കോളേജിൽ പഠിക്കണം. ഫോർ എക്സാമ്പിൾ CETയിൽ പഠിക്കണം, അല്ലെങ്കിൽ TKM പഠിക്കണം. ഓക്കെ, അതിനുള്ള ഒരു കട്ട് ഓഫ് കുറച്ച് റാങ്കിൽ താഴ്ന്നുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്ത് കിട്ടാതെ പോയത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുമ്പോൾ ഒരു വേക്കൻസി അവിടെ ഉണ്ട്, അല്ലെങ്കിൽ റിസർവേഷൻ വേക്കൻസി ഉണ്ട്. സോ സ്പോട്ടിൽ പോയാൽ കിട്ടാൻ സാധ്യതകളുണ്ട് എന്നെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഓക്കെ, ഇനി സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്, ലക്ക് ഭയങ്കര മാറ്ററാണ്. നിങ്ങൾ അന്ന് അവിടെ ചെല്ലുമ്പോൾ ഫിസിക്കലി അവിടെ വരുന്നവരുടെ കീം റാങ്ക് വെച്ചിട്ടായിരിക്കും കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെല്ലുന്ന ദിവസം നിങ്ങളുടെ മുൻപിൽ വലിയ ഒരുപാട് എന്താ പറയുക കോമ്പറ്റീഷൻ ഉള്ള തരത്തിലുള്ള വിദ്യാർത്ഥികളൊന്നും അവിടെ ഇല്ലെങ്കിൽ 2-3 സീറ്റ്സൊക്കെ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് കിട്ടാൻ സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോപ്പ് വെക്കാവുന്നതാണ്. പക്ഷേ ഒരുപാട് റാങ്ക് കുറവാണ്. ഇപ്പോൾ 25,000 ഒക്കെ റാങ്കുള്ള ഒരാൾ CETയിൽ പോയാൽ നിങ്ങൾക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടത്തില്ല. കാരണം എല്ലാ കുട്ടികളും വെക്കുന്നതാണ്. അപ്പോൾ CET TKM ഒക്കെ അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ നോക്കാം. ഇപ്പോൾ EWS പോലുള്ള റിസർവേഷനൊക്കെ ഉണ്ടെങ്കിൽ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ.